ഞങ്ങളുടെ ഭാര്യമാരായതുകൊണ്ട് പറയല്ല. 3 പേരും കുക്കിംഗിൽ എക്സ്പെർട്ടാ. കൗസു ഇടത്തേക്ക് ചിക്കൻ കറിയിലാണെങ്കിൽ ആനന്ദ് ഇടത്തേക്ക് മട്ടൻ കുറുമയിലാ കൈപ്പുള്ളി. എരിക്കാനും പൊരിക്കാനും ഇന്ദുമതി സ്പെഷ്യലിസ്റ്റ്. കൗസുവിന്റെ മുരിങ്ങയ്ക്ക അവിയൽ വളരെ പ്രസിദ്ധ. മുരിങ്ങയ്ക്ക അവിയൽ ഹിന്ദിയിൽ അതിന് മുരിങ്ങയ്ക്ക അവിയലേ ഹേ എന്ന് പറയും. ചിക്കൻ അല്പം മുറ്റാണെന്ന് തോന്നുന്നു. നോ നോ, ഐ എം എ പ്യൂർ വെജിറ്റേറിയൻ. எனக்கு கொஞ்சம் ரைஸ், தயிர், சாலட் இதெல்லாம் போதும். അയ്യോ, ഇതൊക്കെ പിന്നെ ആര് കഴിക്കും? സോറിங்க. സസ്യഭുക്കാണല്ലേ? യെസ്. ഇതൊക്കെ മാത്രം കഴിച്ചുകൊണ്ട് എമുനാണ് എങ്ങനെയായി സൗന്ദര്യം നിലനിർത്തുന്നത്? ഒന്ന് ചിരിച്ച റെഡി സ്റ്റൈലായിട്ടുണ്ട്. പൊയ്ക്കോ. മാഡം അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും പ്രേമവും വിവാഹവും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ എത്ര താലികെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ മിസ് യമുനയുടെ ഭാവി ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കില്ലേ? No, there's lot of difference between real life and films. In real life, കാതൽ, love புனிதமானது. இல்ல தம்பி? അക്കാര്യത്തിൽ എന്നെയും കൗസൂനെയും കണ്ടു പഠിക്കണം. ഞാൻ ആദ്യം അവളെ ഹിന്ദി പഠിപ്പിച്ചു. ലവ് എന്താണെന്ന് അവൾ എന്നെ പഠിപ്പിച്ചു. പ്രേമം ദിവ്യമാണ്, അനശ്വരമാണ്. അത് വാക്കിലും മധുരത്തിലും ഒക്കാനുള്ളതല്ല, ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി 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 ഇറങ്ങില്ല. നല്ല ഉച്ച. കുറച്ചുകൂടെ അടുത്ത് നിന്നേ. അടുത്ത ഫാമിലി വരട്ടെ. ആ മുംബൈലിങ്ങത്താ. അടുത്താള് പോസ് ചെയ്തേ. അങ്ങോട്ട് നീങ്ങി നിൽക്ക്. ഇങ്ങ അങ്ങോട്ട് ചേർന്ന് നിൽക്ക് മനുഷ്യ. അത്രയ്ക്ക് അങ്ങോട്ട് ചേർക്കല്ലേ കൗസു, ഒടുവിന് പിരിച്ചെടുക്കാൻ പ്രയാസാവും. ഇനിയാണ് ബാക്കി. ഞാനും എവിടെയായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലൊരു സ്റ്റാമ്പ് അടിയടേ. എവിടെ സ്പൈലിംഗ് വരട്ടെ. എன்னாச்சு? എന്ത് പറ്റി മുത്തച്ഛ? വെള്ളമെടുത്ത് വെച്ചോ. ഇനി ചേച്ചിയുടെ ഒരു ക്ലോസപ്പ്. ചന്ദ്രു, ഞങ്ങളുടെ ഫോട്ടോയും ഒരു ക്ലോസറ്റിൽ എടുത്തോ. Okay, I'm going. Thanks to all of you. ഇനി മക്കളെല്ലാവരും പോയി കളിച്ചേ. കൊള്ളാക്കിയില്ലേ? എല്ലാവരും കൂടി ചളാക്കിയില്ലേ? സർവ്വ പൂച്ച പുറത്തായി. പുറത്താക്കിയത് ആരാ? ഇവിടുത്തെ പെണ്ണുങ്ങളാ. പെണ്ണുങ്ങളോ? ഞാൻ എന്തിനു ചെയ്തെന്നാ? 3 പിള്ളേരെ തുറന്നു വിട്ട് ആനന്ദമില്ലേ എന്നെ നാട്ടിച്ചത്? ഞാൻ 5 പിള്ളേരുടെ അമ്മയാണെന്ന് യമുന മനസ്സിലാക്കിയില്ലേ? എനിക്ക് കണ്ണു കാണില്ല ചേച്ചിയല്ലേ പറഞ്ഞത്. 2.5 പവർ വരെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഞാൻ തിരുപ്പിനും വെച്ച് വന്നപ്പോഴേ ചേച്ചിക്ക് അസൂയ. മനഃപൂർവ്വം കൊച്ചുകളെ പറഞ്ഞു വിട്ട് എന്നെ കൊച്ചാക്കിയതാ. ഈ ഏട്ടത്തിന് ഇംഗ്ലീഷ് ആകെ കൊളാക്കിയത്. ഫോട്ടോ ക്ലോസറ്റിൽ എടുക്കണം പോലും. ഞാനാകെ ചമ്മിപ്പോയി. ഓ, ഒരു ഇംഗ്ലീഷുകാരൻ വന്നിരിക്കുന്നു. എന്നെ പോലെ ഇവിടെ ഇംഗ്ലീഷ് ആര് പറയണം? എന്താ ഒരു ബഹളം? ആഹാ, അപ്പൊ പ്രശ്നം എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കുണ്ട്. ഇറച്ചിയിലാടേ തകരാറ്. വയറാകെ ഉരുണ്ട് വരണ്ട് കയറുന്നു. എന്തോ ഒരു മാർഗതടസ്സം.
കോർക്കായിരിക്കും അല്ല പോർക്കായിരിക്കും വീണ്ടും പ്രശ്നമാണേ, മാറി നിൽക്കണേ. എന്ത് പ്രതീക്ഷയോടെ പണം വാരി കോരി ചെലവാക്കിയത്. ഇനി യമുന ഈ പടി കേറും. എങ്ങനെ കേറാൻ? പ്രേമോ വിവാഹമൊക്കെ എടുത്തിട്ട് യമുനെ മൂടൗട്ടാക്കുന്നത് ചേട്ടനല്ലേ? നീ ഇപ്പൊ ഒരു കാര്യം മറ്റേ കൃഷ്ണേട്ടാ, നന്ദേട്ടാ, അരുതരുത്. ഞാൻ പറയുന്നേക്കൂ. കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയതുമില്ല. വാരിക്കോരി ചെലവാക്കുകയും ചെയ്തു, ഉദ്ദേശഫലം കിട്ടിയതുമില്ല. എന്തൊരു ആവേശവും ഉത്സാഹവും തിമിർപ്പും ആയിരുന്നു. അതൊക്കെ എവിടെ പോയി? നിക്കുക. ഉണ്ടാക്കി കൂട്ടിയല്ലോ കുന്നു കണക്കിന്. എന്നിട്ട് വിശിഷ്ടാതിഥി എന്താ കഴിച്ചേ? ഒക്കെ ബാക്കിയായില്ലേ? കുഴപ്പമില്ല അച്ഛാ, ഇവിടെ ഫ്രിഡ്ജ് ഇല്ലേ, അതിൽ വെച്ച് ഒന്നും കേടുവരില്ല എന്നാ പറയുന്നത്. അതെ, അപ്പപ്പ എടുത്ത് ചൂടാക്കി കഴിച്ചാ മതി അച്ഛാ. ഓ, പെണ്ണുങ്ങൾക്ക് 2 ദിവസം റെസ്റ്റ് ആവുമല്ലോ. ഈ ഫ്രിഡ്ജും ടിവിയും സോഫയൊക്കെ വാങ്ങിച്ചു കൂട്ടാൻ എവിടുന്നായിരുന്നു പണം? അയ്യോ അച്ഛാ, രൊക്കം കൊടുത്തിട്ടൊന്നുമല്ല, ഒക്കെ ഇൻസ്റ്റാൾമെന്റാ. മാസാമാസം അടച്ചിരുത്താ മതി. അല്ലേ? പിന്നെ പലിശക്ക് കുറെ പണം എടുത്തിട്ടുണ്ട്, വെറും 5% പലിശ. അതൊരു പ്രശ്നമേ അല്ല. അത് ശരി. ഇതൊക്കെ മാസാമാസം അടച്ചു തീർക്കാനുള്ള വരുമാനം നിങ്ങൾക്ക് ഉണ്ടോ? ഗ്യാലറിന്ന് അടച്ചത്. സാലറിന്ന്. ഇവിടെ ഇതൊക്കെ ഉണ്ടെന്ന് കരുതി ആ നടി വല്ലതും ചോദിച്ചു വാങ്ങിയോ? അഥവാ ഇല്ലെങ്കിൽ അവര് വല്ലതും വാരിക്കോരി തരുമോ? കഷ്ടം. തന്നെ താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ താനേ അറിഞ്ഞോളും. വിനാശകാലേ വിപരീത ബുദ്ധി. ആ, ആ, ആ. ഓ തുടങ്ങി. എനിക്ക് ആരോട് സംസാരിക്കണ്ട. എനിക്കൊന്നും വയ്യ. അയ്യേ എനിക്കെന്തന്നെ ദാ നീയല്ലേ ഈ പണ്ടാരം വാങ്ങിയത്, നീ സംസാരിക്കും. നാശം കടക്കാർ വല്ലതും ആയിരിക്കും. നീ തന്നെ ഡീൽ ചെയ്തോ. ഏ? പുതിയ നമ്പർ ആണല്ലോ. ഹലോ. യമുന റാണിയോ? അല്ല, നിക്ക് നിക്ക്, നിക്ക്. യമുന, യമുന. ஹலோ, நான் உங்களுக்கு நன்றி சொல்லதான் கூப்பிட்டேன். எனக்கு ரொம்ப சந்தோஷமா இருக்கு. உங்க அன்பும் ஆதரவும் ஹாஸ்பிட்டாலிட்டி லைஃப்லயே முதல் தடவையா தான் இப்படி ஒரு அனுபவம். I really enjoyed it. ഞാൻ ഇന്ദു. എന്താ യമുന റാണി ഇത്? നിങ്ങൾ എത്രയോ മുകളിലാ, ഞങ്ങളൊക്കെ വളരെ താഴെ നിൽക്കുന്നവരല്ലേ. വി ആർ അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾസ്. எல்லாரும் பேசலாமே. இன்னும் ஒரு மாசம் நான் இங்கதான் இருப்பேன். டெய்லி பார்க்கணும். ஷூட்டிங்கை விட எனக்கு இப்போ ஒரு ஹாலிடே மூடு. நீங்க ஃப்ரீயா இருக்கும்போது என் கூட ஷூட்டிங்க்கு வரணும். വരാം. താങ്ക് യു. ഞങ്ങൾ എല്ലാ ജോലികളും മാറ്റി വെച്ച് യമുന റാണിയുടെ കൂടെ വരാം കേട്ടോ. ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് വേണടാ? അടിച്ച് പൊളിക്കടാ. കണ്ടല്ലോ ഇതെങ്ങനെ? കൊള്ളാം. ഇതുപോലെ ഇരിക്കണം. ഇതുപോലെന്ന് വെച്ചാ ഇത് കൂടുതൽ അടിപൊളിയാക്കാമെങ്കിൽ അങ്ങനെ. യമുന റാണിയുടെ ഒരു 6 എണ്ണം സ്റ്റൈലം പോസുകൾ. എന്തു പറയുന്നു? അതിന് ചക്ര ചെലവുണ്ട്. 2 ലക്ഷം കൊണ്ട് ഇറക്കണം. 2 എങ്കിൽ 2. പക്ഷെ ഒരു കാര്യം, ആ ഫോട്ടോ കണ്ടാ കിടുങ്ങണം. ഏറ്റു. ഏട്ടാ, യശോദയോ? എന്തായി കാണിക്കണേ? ഇങ്ങോട്ട് വന്ന് അയാള് കണ്ട അതുപോരെ? അച്ഛൻ 2 ദിവസത്തേക്ക് ഉണരില്ല. അത്രയ്ക്ക് കുടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒരു യോഗം. ഒക്കെ ഞാൻ സഹിക്കുക. എന്റെ കാര്യം നിക്കട്ടെ, ഏട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാ. മൗനം വിദ്വാന് ഭൂഷണം. ക്ഷമിക്കുക. കുട്ടികളൊക്കെ ആ, അവരിപ്പോ ഒരു അത്ഭുത ലോകത്താ. മനസ്സിലാക്കിക്കോളൂ. ആട്ടെ, എന്താ രണ്ടാളും ഈ നേരത്ത്? ഏട്ടനൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. കഴിച്ചല്ലോ. വെറുതെ. എനിക്കറിയില്ലേ മരുമക്കൾ വിളമ്പി തന്നില്ലെങ്കിൽ ഇറങ്ങില്ലാന്ന്. മാത്രമല്ല, മറന്നോ, ഇന്ന് ഏട്ടന്റെ പിറന്നാളാ. പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. പകല് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ. അതൊക്കെ അകത്ത് കൊണ്ടുപോയി വെക്കുമോളെ. ഏട്ടനോട് അല്പം സംസാരിക്കാനുണ്ട്. ആരാ? ഹായ്, നല്ല മിനുസമുള്ള കൈകൾ. ആരാ? ഓ, മനസ്സിലായി. യമുന റാണി. എന്താ യമുനെ കാണിക്കുന്നേ? ആശാ, വേണ്ട, മനസ്സിൽ ഇതാ വിചാരം അല്ലേ? നീ വരുമെന്ന് ഞാൻ കരുതിയില്ല. ഇപ്പൊ എന്നെ വേണ്ട. എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്, വേണേ പോയി കഴിച്ചോ. ഈ പെണ്ണെ പിണങ്ങിയോ? മനസ്സ് മുഴുവൻ നീയാ. നിന്റെ മുമ്പിൽ യമുന ആര്? ഇത് ഒറിജിനൽ, മറ്റേത് വെറും ഡ്യൂപ്ലിക്കേറ്റ്. ഏത്? மேடம் வரண விவரത്തിന് ഫോൺ ചെയ്തില്ല. எதுக்கு ஃபோன் பண்ணோம்? இன்னைக்கு டேட் என்ன? 10. 10ஆம் தேதி பேமெண்ட் கொடுக்கறேன்னு ப்ரொடியூசர் சொன்னார்ல. மேடம் அது. ஹாய் ஆண்டி, வாங்க வாங்க, உள்ள வாங்க.
உள்ள வந்து உட்கார்ந்து பேசுற அளவுக்கு எனக்கு டைம் இல்ல. நான் ரிட்டர்ன் டிக்கெட்டோட வந்திருக்கேன். 2 நாள் கழிச்சு போலாம்ல. தனியா போர் அடிக்குது. இல்லம்மா, நான் உன்கிட்ட சொன்னேன்ல, ஊட்டில ஒரு எஸ்டேட் பேசிருக்கேன், அதுக்கு அட்வான்ஸ் கொடுக்கணும். ஆமா, ஏன் இன்னும் பேமெண்ட் வாங்காம இருக்க? அது பாவம் அந்த ப்ரொடியூசர் ரொம்ப நல்லவரு. அவர் நிச்சயமா கொடுப்பாரு. 2 நாள் கழிச்சு கொடுக்கறேன்னு சொன்னாரு. இத பார், இந்த சென்டிமெண்ட் எல்லாம் தேவையில்லை. இத மாதிரி நான் நிறையவே பார்த்திருக்கேன். எனக்கு இப்பவே பேமெண்ட் வந்தாகணும், இல்லனா நாளைக்கு நீ ஷூட்டிங் போக வேண்டாம். ஆண்டி, நான் போகலன்னா ஷூட்டிங் நடக்காது. எல்லாரும் ரொம்ப நல்லவங்க, கட்டாயமா கொடுப்பாங்க. பைத்தியக்காரி மாதிரி பேசாத. நாம இந்த தொழில் பண்றதே பணத்துக்காக தான். நீ ஆடுறது பாடுறது எல்லாமே இந்த பணத்துக்காக தாண்டி. உன்கிட்ட பேசி பிரயோஜனம் இல்ல. மேனேஜர், அந்த ப்ரொடியூசரை கூப்பிடுங்க. இனிமே செக் எல்லாம் வேண்டாம், எல்லாம் கேஷ் தான். பிளாக். அந்த ஆள் ஷூட்டிங் நடத்தினா என்ன, நடத்தாக்கட்டி எனக்கு என்ன? எனக்கு வேண்டியது பணம். கூப்பிடுங்க. அவள எது கேக்குறது? நான் சொல்றேன்ல. ട്രഷറിയിൽ എന്താ ഒരു തിരക്ക്. പെൻഷൻ മേടിക്കാൻ പോയാ ഒരു ദിവസം അങ്ങോട്ട് പോയി കിട്ടും. എന്ന് വെച്ച് പോകാതിരിക്കാൻ പറ്റുമോ? ആ. വയസ്സും പ്രായമല്ല, എല്ലാം ഒരു വകയാ. അതെ. വരട്ടെ. എന്നാ ഞാൻ അടുത്ത മാസം കാണാം. ആ. അയ്യോ, അതെന്റെ കൃഷ്ണകുമാരനല്ലേ? മോനെ കൃഷ്ണകുമാരാ, കൃഷ്ണകുമാരാ. അയ്യോ അയ്യോ, നിനക്ക് എന്ത് പറ്റിയടാ? അച്ഛൻ വഴക്ക് പറഞ്ഞ ഈ കാര്യമായിരിക്കും. സാരില്ലടാ മോനെ. ദൈവമേ, ഇത്ര പെട്ടെന്ന് അത്രയ്ക്ക് അങ്ങോട്ട് മൂത്തോ? അയ്യോ, അമ്മാവൻ. എന്താണ് ഈ കിടന്ന് കാണിക്കുന്നത്? ക്യാമറയുടെ മുന്നിലാണ് കോപ്രായം കാണിക്കുന്നത്. സാറ് ഏതാണ് ഈ കളവൻ? നമ്മുടെ കൃഷ്ണകുമാരൻ സിനിമയിൽ അഭിനയിക്കാച്ച. ഇത് ഷൂട്ടിംഗ്. ഇത് ഞങ്ങളുടെ അച്ഛനാ. ഇതല്ല ഇത്. അച്ഛനായാലും അപ്പൂപ്പനായാലും കുറച്ച് വിവരവും സംസ്കാരവും ഒക്കെ വേണം. തലവേദന കേസുകൾ. സിനിമന്ന് ഡയറക്ടർ എന്നെ കട്ട് ചെയ്യോ? എന്റെ സംശയം അച്ഛൻ കുടുംബത്തിന് നിന്നെ കട്ട് ചെയ്യുമെന്ന്. ഇതാണ് പുതുമുഖങ്ങൾക്കൊന്നും ചാൻസ് കൊടുക്കാത്തത്. ഹീറോയിന്റെ മുടിഞ്ഞു റെക്കമെൻഡേഷൻ. ഷാജി സർ, നെക്സ്റ്റ് സോങ് കട്ടിന് യമന റെഡി ആയി നോക്ക്. ശരി സർ. കോസ്റ്റ്യൂമർ സാർ, യമുന റെഡിയാണോ? റെഡി സർ.